ഇതൊരു സാമൂഹിക വിപത്താണ് എന്ന നിലയിലാണ് നമ്മൾ സമീപിക്കേണ്ടത്. സങ്കുചിത ഒരു രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ നമ്മൾ ഇതിനെ കാണരുത്. ഇപ്പോ കളമശ്ശേരിയിലെ സംഭവം ഉണ്ടായി. രാവിലെ 9 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ എല്ലാവരും കൂടി വന്നിരുന്നു. എന്റെ കൈവശം എല്ലാ വിവരം ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ആൾ പിടിക്കപ്പെട്ടത് എത്ര, നിങ്ങളുടെ ആളുടെ കയ്യിലുണ്ടായിരുന്ന കഞ്ചാവ് എത്ര, ഈ പറയുന്ന നിങ്ങൾ ആരോപിക്കുന്ന ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന കഞ്ചാവ് എത്ര, കേൾക്കൂ, ഞാൻ പറഞ്ഞുതരാം. പറയണോ? നിങ്ങളെപ്പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ മുഴുവൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ മുഴുവൻ പറയുന്നത് കേൾക്കൂ. ഈ കണക്കെല്ലാം സർ, ഈ കണക്കെല്ലാം എന്റെ കൈവശം ഉണ്ടായിരുന്നു. ഞാൻ ബോധപൂർവം അവിടെ KSUവിന്റെ നേതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് ഇത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നോട് ചോദിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞില്ല ഇതിനെ ഏതെങ്കിലും ഒരു സംഘടന എന്ന നിലയിലല്ല കാണേണ്ടത് എന്നാണ് മറുപടി പറഞ്ഞത്. അങ്ങനെയല്ല കാണേണ്ടത്. കാരണം ഇതൊരു സാമൂഹിക വിപത്ത് എന്ന നിലയിലാണ്. നിങ്ങളുടെ ആളുടെ കയ്യിൽ നിന്ന് ഇത്ര പിടിച്ചില്ലേ, ഞങ്ങളുടെ ആളുടെ കയ്യിൽ നിന്ന് ഇത്രയല്ലേ പിടിച്ചുള്ളൂ എന്ന് ചോദിക്കാൻ മാത്രം വിവേകമില്ലാത്ത ആളുകളല്ല ഞങ്ങളാരും. അത്രമാത്രം അധപ്പതിച്ചിട്ടുള്ളവരല്ല ഞങ്ങളാരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ സാമൂഹിക വിപത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ ആള് ഞങ്ങളുടെ ആള് എന്നൊന്നുണ്ടോ? ഇത് ആരെയും ബാധിക്കാം. ഏത് വീട്ടിലെ കുട്ടിയും ഇതിനിരയായിത്തീരാം. അത് മനസ്സിലാക്കാനുള്ള വിവേകം നിങ്ങൾക്ക് എന്നുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. എന്നിട്ട് രാഷ്ട്രീയമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചു സമയം കഴിഞ്ഞ് ടെലിവിഷൻ കണ്ടപ്പോൾ ഞാൻ അങ്ങേയറ്റം ഞെട്ടിപ്പോയി. പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ഒക്കെ ഇതിലെ സംഘടനകളുടെ എണ്ണം തിരിച്ച് കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണക്കെടുത്ത് കളിക്കേണ്ട സന്ദർഭമാണോ സർ ഇത്? ആണോ? നിർഭാഗ്യവശാൽ ചില മാധ്യമങ്ങളും ആദ്യം സ്വീകരിച്ച നിലപാട് അതായിരുന്നു. ആ വലിയ നെടുങ്കൻ എഡിറ്റോറിയലൊക്കെ എഴുതുന്ന ആളുകൾ, അവർക്ക് ഒരു പ്രത്യേക സംഘടനയുടെ ലേബലുള്ള ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അതിന് വലിയ പ്രാധാന്യം. വേറൊരു സംഘടന, തങ്ങൾക്ക് വേണ്ടപ്പെട്ട സംഘടനയുള്ള ആൾ വന്നാലോ അപ്പൊ പിന്നെ അത് തമസ്കരിക്കുക, മൗനം. ഇങ്ങനെയല്ല സമീപനം സ്വീകരിക്കുന്നത്.